ഹിരണ്യകശിപു വധത്തിനു ശേഷം ക്രോധം ശമിക്കാതിരിക്കുന്ന നരസിംഹമൂർത്തിയുടെ സമീപത്തു പോവാൻ ബ്രഹ്മാവ്, ശിവൻ മുതലായ ദേവന്മാർ ശക്തരായില്ല. അവർ ലക്ഷ്മീദേവിയോട് പ്രഭുവിൻ്റെ കോപം ശമിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ക്രോധത്തോടെയിരിക്കുന്ന നരസിംഹമൂർത്തിയുടെ രൂപത്തിനടുത്തു പോവാൻ ദേവിയും ശങ്കിച്ചു നിന്നു. ബ്രഹ്മദേവൻ പ്രഹ്ലാദനോട്, നിന്റെ പിതാവിൻ്റെ നേരെ ക്രോധിച്ചിരിക്കുന്ന ഭഗവാനെ നീ തന്നെ സമാധാനിപ്പിക്കുക എന്നു പറഞ്ഞ് ആ ബാലകനെ നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് അയച്ചു. ബ്രഹ്മവാക്യത്തെ അംഗീകരിച്ച് ഭക്തനായ പ്രഹ്ലാദൻ ഭഗവത് സന്നിധിയിൽ മന്ദമന്ദം പ്രവേശിച്ച് ശിരസിൽ കൈകൾ വെച്ചുകൊണ്ട് ഭൂമിയിൽ വീണു നമസ്കരിച്ചു. തൻ്റെ പാദമൂലത്തിൽ നമസ്കരിച്ചിരിക്കുന്ന ആ ബാലനെ കണ്ട ഭഗവാൻ കരുണാരസത്താൽ കൈകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം കാലസർപ്പത്തിൽ നിന്നും ഭയപ്പെട്ടിരിക്കുന്നവർക്ക് അഭയപ്രദാനം ചെയ്യുന്ന കരാരവിന്ദത്തെ പ്രഹ്ലാദൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. ഭഗവാന്റെ കരസ്പർശത്താൽ സർവ്വ അശുഭങ്ങളും നശിച്ച പ്രഹ്ലാദൻ പരമാത്മാവായ ഭഗവാനെ തൻ്റെ ഹൃദയത്തിൽ വഹിച്ച് രോമാഞ്ചത്താൽ നേത്രങ്ങളിൽ ആനന്ദബാഷ്പത്തോടെ ഗദ്ഗദകണ്ഠനായി സ്തുതിക്കുന്നതാണ് പ്രഹ്ലാദസ്തുതി. ശ്രീമദ് ഭാഗവതത്തിലെ സപ്തമസ്കന്ധത്തിൽ 9-ാം അധ്യായത്തിലെ 8 മുതൽ 50 വരെയുള്ള 43 ശ്ലോകങ്ങളാണ് പ്രഹ്ലാദസ്തുതി. ആദ്യത്തെ ശ്ലോകം. പ്രഹ്ലാദ ഉവാച. ബ്രഹ്മാദയഃ സുരഗണാ മുനയോദസിദ്ധാഃ സത്വൈകതാനമദയോ വജസാം പ്രവാഹൈ നാരാദിതും പുരുഗുണൈരധുനാ വിപിപ്രു കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാദേഹ. സത്വഗുണകാര്യങ്ങളിൽ മാത്രം മനസ്സുവെച്ചിരിക്കുന്ന ബ്രഹ്മാദി ദേവസമൂഹങ്ങളും മുനികളും സിദ്ധന്മാരും അനേക ഗുണങ്ങളോടുകൂടിയ അവരുടെ വാക്കുകൾ കൊണ്ട് ആരെ ആരാധിക്കാനാണോ ഇപ്പോഴും പൂർണ്ണ ശക്തിയുള്ളവരായി ഭവിച്ചിട്ടില്ലാത്തത് ആ ശ്രീഹരിയെ ഉഗ്രജാതിയോടുകൂടിയ എനിക്ക് സന്തുഷ്ടനാക്കി തീർക്കുവാൻ സാധിക്കുമോ? ജന്മന തമപ്രധാനിയായ ഞാൻ ശ്രീഹരിയെ സ്തുതി ചെയ്യാൻ സമർത്ഥനല്ല എന്ന് തൻ്റെ വിനയത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് പ്രഹ്ലാദൻ പറയുന്നു. 2-ാമത്തെ ശ്ലോകം. മന്യേതനാഭിജനരൂപതപശ്രുതൗജ സ്തേജപ്രഭാവബലപൗരുഷബുദ്ധിയോഗാഃ നാരാധനായ ഹി ഭവന്തി പരസ്യ പുംസോ ഭക്ത്യാ തുതോഷ ഭഗവാൻ ഗജയൂഥപായ. ധനസമൃദ്ധി, സത്കുലത്തിൽ ജനനം, ശരീരസൗന്ദര്യം, സ്വധർമ്മനിഷ്ഠ, ശാസ്ത്രജ്ഞാനം, ഇന്ദ്രിയശക്തി, ശരീരകാന്തി, പ്രതാപം, ദേഹബലം, പ്രവൃത്തി സാമർഥ്യം, പ്രജ്ഞാബലം, അഷ്ടാംഗയോഗാഭ്യാസം ഇവയെല്ലാം ശാസ്ത്രങ്ങളിൽ ശ്രേഷ്ഠ ഗുണങ്ങളെന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും പരമപുരുഷനായ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ മേൽപ്പറഞ്ഞ ആ ഗുണങ്ങൾ സമർത്ഥങ്ങളല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പരമമായ ഭക്തി നിമിത്തം ഭഗവാൻ ഗജേന്ദ്രൻ്റെ നേരെ സന്തോഷിച്ചിരിക്കുന്നു. ഭക്തി തന്നെയാണ് ഭഗവാന്റെ സന്തോഷത്തിന് പ്രധാന കാരണം. 3-ാമത്തെ ശ്ലോകം. വിപ്രാദ്യുഷഡ്ഗുണയുധാദരവിന്ദനാഭപാദാരവിന്ദവിമുഖാശ്ച പജം വരിഷ്ടം മന്യേ തദർപ്പിതമനോവചനേ ഹിതാർത്ഥപ്രാണം പുനാദിസകുലം നതു ഭൂരിമാനഃ. മുകളിൽ പറഞ്ഞ 12 ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്നുവെങ്കിലും ശ്രീഹരിയുടെ പാദാരവിന്ദ ഭക്തിയിൽ നിന്നു വിമുഖനായിരിക്കുന്ന ബ്രാഹ്മണനേക്കാൾ ഭഗവാന്റെ പാദാരവിന്ദത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മനസ്സ്, വചനം, ഈഹിതം, അർത്ഥങ്ങൾ, പ്രാണങ്ങൾ എന്നിവയോടുകൂടിയ ചണ്ടാളൻ ശ്രേഷ്ഠനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ അവനെ മാത്രമല്ല അവൻ്റെ കുലത്തെയും പരിശുദ്ധമാക്കുന്നു. 4-ാമത്തെ ശ്ലോകം. നൈവാത്മന പ്രഭുരയം നിജലാഭപൂർണോ മാനം ജനാദ വിദുഷ കരുണോ വൃണീതേ യദ്യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാമുഖശ്രീഹി. സ്വരൂപലാഭത്താൽ പൂർണ്ണനായിരിക്കുന്ന ഈ ഭഗവാൻ സ്വരൂപത്തെ അറിയാതെ നിത്യദുഃഖികളായിരിക്കുന്ന ജനങ്ങളിൽ നിന്ന് യാതൊരുവിധമായ സൽക്കാരത്തെയും അപേക്ഷിക്കുന്നില്ല. എന്നാൽ ഭക്തന്മാർ സമർപ്പിക്കുന്നത് ഭഗവാൻ സ്വീകരിക്കുന്നു. എന്തിനായിട്ടെന്നാൽ അപൂർണന്മാരായ ജീവരാശികൾ നിത്യപൂർണനായിരിക്കുന്ന തൻ്റെ പൂജയാൽ പരിപൂർണത പ്രാപിക്കട്ടെ എന്നുള്ള കാരുണ്യ നിമിത്തം സ്വീകരിക്കുന്നു.
മുഖത്തിൽ ധരിക്കുന്ന തിലകാദികളായ അലങ്കാരങ്ങൾ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന പ്രതിബിംബത്തിൻ്റെ മുഖശ്രീക്ക് കാരണമായിരിക്കുന്നതുപോലെ സത്യസ്വരൂപനായ ഈശ്വരൻ സമർപ്പിക്കുന്നതെല്ലാം ജീവരാശികളുടെ സങ്കടനിവൃത്തിക്കും ആനന്ദപ്രാപ്തിക്കും കാരണമായി ഭവിക്കുന്നു എന്നറിഞ്ഞ വിവേകികൾ ഭഗവാനെ ആരാധിക്കുന്നു. ഭഗവാൻ കാരുണ്യനിമിത്തം അവരുടെ പൂജ സ്വീകരിക്കുകയും ചെയ്യുന്നു. 5-ാമത്തെ ശ്ലോകം. തസ്മാദഹം വിഗത വിക്ലവ ഈശ്വരസ്യ സർവാത്മനാമഹി ഗൃണാമി യഥാ മനീഷം നീജോ ജയാ ഗുണവിസർഗമനുപ്രവിഷ്ടഃ പൂയേതയേന ഹി പുമാനനുവർണിതേന. ഭഗവാൻ കേവലം ഭക്തിയാൽ സന്തോഷിക്കുമെന്ന് നിശ്ചിതമായിരിക്കുകയാൽ നീചജാതിയായ ഞാൻ ശങ്കാരഹിതനായി സർവേശ്വരൻ്റെ മഹിമയെ എൻ്റെ ബുദ്ധിക്കനുസരിച്ച് ആത്മഭാവത്തോടുകൂടി സ്തുതിക്കുന്നു. ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ഭാവത്താൽ സംസാരക്ലേശം അനുഭവിക്കുന്ന പുരുഷൻ അവൻ്റെ യഥാർത്ഥ ആത്മസ്വരൂപത്തെ അറിഞ്ഞിട്ട് സംസാരമുക്തിയെ പ്രാപിക്കാൻ മതിയായ അന്ധകരണശുദ്ധിയുള്ളതായി ഭവിക്കും. 6-ാമത്തെ ശ്ലോകം. സർവേ ഹ്യമീ വിധികരാസ്തവ സത്വദാംനോ ബ്രഹ്മാദയോ വയമിവേശന ചോദ്യജന്തഃ ക്ഷേമായ ഭൂതയ ഉദാത്മസുഖായ ചാസ്യ വിക്രീഡിതം ഭഗവതോ രുചിരാവതാരൈഃ. ഹേ സർവേശ്വര, ബ്രഹ്മാദികളായ ഈ ദേവന്മാരെല്ലാം സത്വഗുണസ്വരൂപമായ അങ്ങയുടെ ഭക്തന്മാരാകുന്നു. അസുരന്മാരായ ഞങ്ങളെപ്പോലെ ദേഷിക്കുന്നവരല്ലല്ലോ. ആ ദേവന്മാർ ഇപ്പോൾ ഭയപ്പെട്ടിരിക്കുന്നു. ലോകമനസ്സിനെ ആനന്ദിപ്പിക്കുന്ന അങ്ങയുടെ അവതാര സ്വരൂപങ്ങളാൽ ചെയ്യപ്പെടുന്ന വിവിധ ക്രീഡകൾ ലോകത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യാഭിവൃദ്ധിക്കുമായിട്ടാണല്ലോ. ആകയാൽ ഈ അവതാര സ്വരൂപ ദർശനം ഭയത്തിനു കാരണമായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. 7-ാമത്തെ ശ്ലോകം. തദ്യച്ച മന്യുമസുരശ്ച ഹയസ്ത്വയാധ്യ മോദേത സാധുരഭിവൃശ്ചിക സർപ്പഹത്യ ലോകാശ്ച നിർവൃതിമിതാ പ്രതിയന്തി സർവേ രൂപം നൃസിംഹവിഭയായ ജനാസ്മരന്തി. എല്ലാവരും ഭയപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കോപത്തെ അടക്കേണമേ. ഏതൊരാവശ്യത്തിനായി ക്രോധത്തെ അംഗീകരിച്ചുവോ ആ അസുരൻ ഹനിക്കപ്പെട്ടിരിക്കുകയാൽ ഇനി കോപത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അസുരവധത്താൽ സന്തോഷിച്ചിരിക്കുന്ന സകല ലോകവാസികളും ക്രോധശമനാവസരത്തെ കാത്തുനിൽക്കുന്നു. തേൾ, സർപ്പം മുതലായ ദുഷ്ടപ്രാണികളുടെ വധത്താൽ അവയുടെ ഉപദ്രവം ഇനിമേൽ ഉണ്ടാകുകയില്ലെന്നോർത്ത് സാധുക്കൾ സന്തോഷിക്കുന്നതുപോലെ അങ്ങയുടെ ഭക്തന്മാരായ സാധുജനങ്ങൾ അസുരവധത്താൽ സന്തോഷിച്ചിരിക്കുന്നു. ഈ രൂപത്തിൻ്റെ സ്മൃതിയാൽ തന്നെ മേലിലുണ്ടാകുന്ന ഭയം നശിക്കുമെന്നുള്ള വിശ്വാസത്താൽ ജനങ്ങൾ സർവ്വഭയനിവൃത്തിക്കായിക്കൊണ്ട് ഈ സ്വരൂപത്തെ സ്മരിച്ചുകൊള്ളും. അതിനാൽ അങ്ങ് കോപത്തെ അടക്കണം. 8-ാമത്തെ ശ്ലോകം. നാഹം ബിഭേമ്യജിതേതി ഭയാനകാസ്യ ജിഹ്വാർക്കനേത്രഭ്രൂകുടീരഭസോഗ്രദംഷ്ട്രാത് ആന്ധ്രസ്രജക്ഷതജകേസരശങ്കുകർണ നിർഹ്രാതബീദതികിബാദരിഭിന്നകാഗ്രാത്. ആരാലും ജയിക്കപ്പെടാതിരിക്കുന്ന ഭഗവൻ ഏറ്റവും ഭയം ജനിപ്പിക്കുന്ന മുഖം, നാവ്, സൂര്യസദൃശങ്ങളായ കണ്ണുകൾ, പുരികങ്ങളുടെ ഇളക്കം, ഉഗ്രമായ ദംഷ്ട്രകൾ, ആന്ധ്രമാലകൾ, രക്തം പുരണ്ടിരിക്കുന്ന മുഖരോമങ്ങൾ, ഉന്നതങ്ങളായ ചെവികൾ, ദിഗ്വിജയങ്ങൾ ഭയപ്പെട്ടോടുവാൻ മാത്രം ഗംഭീരമായ അട്ടഹാസങ്ങൾ, ശത്രുവിനെ പിളർന്ന നഖങ്ങൾ എന്നിവയോടുകൂടിയ അങ്ങയുടെ ഈ രൂപത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. 9-ാമത്തെ ശ്ലോകം. ത്രസ്തോസ്മ്യഹം കൃപണവത്സല ദുസ്സഹോഗ്ര സംസാരചക്രകഥനാഗ്രസദാം പ്രണീതഃ ബദ്ധസ്വകർമ്മഭിരുശത്തമഥേംഘ്രിമൂലം പ്രീതോപവർഗശരണം ഹൊയസേ കഥാനു. ഹേ ദീനവത്സല, ഹേ കമനീയ രൂപ, അങ്ങയുടെ ഈ രൂപം എനിക്ക് ഭീതികരമായിരിക്കുന്നില്ല. ഇതിനേക്കാൾ ഭയങ്കരമായിരിക്കുന്നതും ദുസ്സഹവും ഉഗ്രവുമായ സംസാരചക്ര ദുഃഖത്തെ ഞാൻ അത്യന്തം ഭയപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജന്മാന്തര പാപകർമ്മങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എന്നെ അങ്ങ് ഹിംസാസ്വഭാവരായ അസുരന്മാരുടെ മധ്യത്തിൽ തള്ളിയിട്ടിരിക്കുന്നു. പ്രഭോ, എന്നിൽ പ്രീതനായി അങ്ങ് എപ്പോഴാണ് സർവ്വഭയങ്ങളും തീർത്ത് പരമാനന്ദത്തെ നൽകുന്ന സർവാശ്രയഭൂതമായ അങ്ങയുടെ പാതാരവിന്ദത്തിലേക്ക് എന്നെ വിളിക്കുന്നത് നിർഭയനാകുകയുള്ളൂ.
യസ്മാത് പ്രിയ പ്രിയ വിയോഗ സയോഗ ജന്മ ശോകാഗ്നിനാ സകലയോനിഷു ദഹ്യമാനഃ ദുഃഖൌഷധം തദപി ദുഃഖമദദ്ദിയാഹം ഭൂമൻ ഭ്രമാമി വദമേ തവ ദാസ്യയോഗം. പ്രിയ വസ്തുക്കളോട് വിയോഗവും അപ്രിയ വസ്തുക്കളോട് സംയോഗവും ജന്മമുള്ളവർക്കൊക്കെ കാണപ്പെടുന്നുണ്ട്. ഈ ദുഃഖരൂപമായ അഗ്നി ഏതു യോനിയിൽ ജനിച്ചാലും ദഹിപ്പിക്കാതിരിക്കുകയില്ല. ഈ ദുഃഖത്തെ ശമിപ്പിക്കുവാൻ ലൗകികോപായവും വൈദികോപായവും വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതും ദുഃഖജനകം തന്നെ. സർവ്വ ദുഃഖങ്ങളുടെയും മൂലകാരണം ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നും എൻ്റേതും എന്നുമുള്ള ഭാവമാണല്ലോ. ആ ഭാവം എന്നെ വിട്ടുപിരിയുന്നതുമില്ല. ഹേ പ്രഭോ, അങ്ങയുടെ പാദപത്മത്തെ സേവിക്കുന്നതായ യോഗത്തെ എനിക്കുപദേശിക്കുവാൻ ദയ ഉണ്ടാകണമേ. 11-ാമത്തെ ശ്ലോകം. സോഹം പ്രിയസ്യ സുഹൃദപരദേവതായ ലീലാകഥസ്തവ നൃസിംഹ വിരിഞ്ചഗീതാഃ അഞ്ജസ്ഥിതർമ്മ്യനുഗൃണൻ ഗുണവിപ്രമുക്തോ ദുർഗാണി തേ പദയുഗാലയ ഹംസസംഗഃ. പരമകൃപാലുവായ അങ്ങ് ആത്മഭൂതനാകയാൽ അതിപ്രിയനും ഹിതകാരിയും സർവേശ്വരനുമായതുകൊണ്ട് ബ്രഹ്മാവിനാൽ ഗാനം ചെയ്യപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ ലീലാകഥകളെ നിരന്തരം കീർത്തിക്കുകയും അങ്ങയുടെ പാദയുഗളത്തിൽ തന്നെ എപ്പോഴും വസിക്കുന്ന പരമഹംസന്മാരോടൊപ്പം ചേരുകയും ചെയ്യാനിടവരുമ്പോൾ സുഖദുഃഖങ്ങളെ ജനിപ്പിക്കുന്ന സത്വാദി ഗുണങ്ങളുടെ മൂലകാരണമായ മായയുടെ ബാധയിൽ നിന്നും ഞാൻ തീരെ മുക്തനായി വരും. അപ്പോൾ ക്ഷണികങ്ങളും തുച്ഛങ്ങളുമായ വിഷയങ്ങളിൽ നിന്നുണ്ടാവുന്ന സുഖദുഃഖങ്ങളെ ഗണിക്കാതെ തന്നെ ഇരിപ്പാൻ ഞാൻ അനായാസേന ശക്തനായി വരും. 12-ാമത്തെ ശ്ലോകം. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹനാർത്തസ്യ ചാഗതമുദന്യതി മജ്ജതോ നൗവ തപ്തസ്യ തൽപ്രതിവിദിര്യൈഹാഞ്ജസേഷ്ടാസ്താവദ്വിപോ തനുവൃതാം ത്വദുപേക്ഷിതാനാം. ഹേ നരഹരെ, ഓരോ വിധത്തിൽ നേരിടുന്ന ക്ലേശങ്ങളെ കടക്കുവാൻ ലോകത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രതിവിധികൾ സകലവും അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് രക്ഷാസ്ഥാനങ്ങളായി ഒരു കാലത്തും ഭവിക്കുകയില്ല. ബാലകന്മാർക്ക് അവരുടെ മാതാപിതാക്കളാണ് രക്ഷാസ്ഥാനം എന്ന ലോകസമ്മതമാണല്ലോ. അവരാൽ സ്നേഹപൂർവ്വം പരിപാലിക്കപ്പെട്ടിരിക്കെ ലോകത്തിലെ എത്രയോ കുട്ടികൾ അകാല മരണത്തിലകപ്പെടുവാൻ എന്താണ് കാരണം? അതുപോലെ രോഗശമനത്തിന് പ്രതിവിധിയായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഔഷധങ്ങൾ ഉപയോഗിച്ചിരിക്കെ രോഗികൾ മരിക്കുന്നില്ലേ? സമുദ്രത്തിൽ മുങ്ങുന്നവരെ രക്ഷിക്കാനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മഹാകപ്പലുകൾ രക്ഷാസ്ഥാനമാണെങ്കിൽ എത്രയോ ജനങ്ങൾ കപ്പലോടുകൂടി തന്നെ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നതെങ്ങനെ? അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ടതു തന്നെ ഇതിനെല്ലാം കാരണം. അതിനാൽ എല്ലാ സങ്കടങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും രക്ഷിപ്പാൻ എപ്പോഴും സമർത്ഥമായിരിക്കുന്നത് അങ്ങയുടെ കാരുണ്യം ഒന്നു തന്നെ എന്നുറപ്പിക്കാൻ വേണ്ടിയല്ലേ അങ്ങ് സ്തംഭത്തിൽ നിന്നും അപൂർവമായ നൃസിംഹരൂപത്തെ ധരിച്ച് എന്നെ ഇപ്പോൾ രക്ഷിച്ചത്. 13-ാമത്തെ ശ്ലോകം. യസ്മിന്നതോ എർഹിയേന ജയസ്യ യസ്മാത് യസ്മൈ യദായദുദയസ്ത്വ പരപ്പരോ വാ ഭാവഃ കരോതി വികരോതി പൃഥക് സ്വഭാവഃ സഞ്ജോതിതസ്തദഖിലം ഭവദസ്വരൂപം. ഏതൊരുവനെ ഉദ്ദേശിച്ച് ഏതൊരു ഉപകരണത്താൽ ഏതൊരു കാലത്തിൽ ഏതൊരു കാരണത്താൽ ഏതൊരുവനാൽ പ്രേരിക്കപ്പെട്ടവനായിട്ട് ഏതൊരുവനിൽ നിന്ന് ഏതൊരുവനായിക്കൊണ്ട് എന്തൊരിഷ്ടം ചെയ്യപ്പെടുന്നുവോ ആ കർത്താവും പ്രേരകനും അനുഭോക്താവും കാരണവും കരണവും കാലവും സർവവും അങ്ങയുടെ സ്വരൂപം തന്നെ. ഒരുവന് മറ്റൊരുവൻ ചെയ്യുന്ന ഉപകാരവും അപകാരവും അങ്ങു ചെയ്യുന്ന രക്ഷയും ശിക്ഷയുമല്ലാതെ അങ്ങേക്കൂടാതെ അന്യമായിട്ടൊന്നുമില്ല. 14-ാമത്തെ ശ്ലോകം. മായാമനസൃജതി കർമ്മമയം ബലീയ കാലേന ചോദിത ഗുണാനുമതേന പുംസഃ ഛന്ദോമയം യദജയാർപ്പിത ഷോഡശാരം സംസാരചക്രമജകോതി തരേത്വധന്യഃ. അങ്ങയുടെ അംശഭൂതനായ പുരുഷൻ്റെ കടാക്ഷരൂപമായ അനുഗ്രഹത്താൽ പ്രഥമ പ്രബുദ്ധയായ കാലശക്തിയുടെ പ്രേരണ നിമിത്തം സത്വാദി ഗുണങ്ങളുടെ ശോഭത്തോടുകൂടിയ മായാശക്തി മനഃപ്രധാനമായിരിക്കുന്ന ലിംഗശരീരത്തെ സൃഷ്ടിക്കുന്നു. പുണ്യപാപ കർമ്മങ്ങളുടെ ബലരൂപമായിരിക്കുന്ന മനസ്സാകട്ടെ എപ്പോഴും വേദത്തിൽ വിധിച്ചതോ നിഷേധിച്ചതോ ആയ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അതിനാൽ 11 ഇന്ദ്രിയങ്ങളും 5 ഭൂതങ്ങളും കൂടി 16
ഭാവങ്ങളാകുന്ന ആരക്കാലുകളെ ആശ്രയിച്ച് ചുറ്റിത്തിരിയുന്ന സംസാര ചക്രമെന്ന് പറയപ്പെടുന്നതിൻ്റെ സ്വരൂപം തന്നെയാകുന്നു മനസ്സ്. അങ്ങയെ സർവാത്മനാൽ ആശ്രയിച്ചിരിക്കുന്ന പരമഭക്തനു മാത്രമല്ലാതെ അന്യന് ആ മനസ്സിനെ അതിക്രമിക്കുവാൻ കഴിയുകയില്ല. അങ്ങയുടെ കാരുണ്യമുണ്ടാകുമ്പോൾ കർമ്മകാരണമായിരിക്കുന്ന അവിദ്യ നശിക്കുകയും മനസ്സിൻ്റെ കർമ്മഭ്രാന്തി നിലയ്ക്കുകയും ചെയ്യുന്നതോടെ സംസാരചക്രത്തിൻ്റെ ഭ്രമണവും നിൽക്കും. 15-ാമത്തെ ശ്ലോകം. സത്വം ഹി നിത്യവിജിതാത്മഗുണസ്വദാംന കാലോ വശീകൃത വിസൃജ്യ വിസർഗശക്തി ചക്രേ വിസൃഷ്ടമജയേശ്വര ഷോഡശാരേ നിഷ്പീഡ്യമാനമുപകർഷ വിഭോ പ്രപന്നം. സർവനിയന്താവും സർവത്തിനും സമർത്ഥനുമായിരിക്കുന്ന ഹേ വിഭോ, സർവേശ്വര, അങ്ങയുടെ സ്വരൂപമായ ചിച്ഛക്തിയാൽ നിത്യവും വിജയിക്കപ്പെട്ടിരിക്കുന്ന ബുദ്ധിഗുണങ്ങളോട് കൂടിയവനാകയാൽ കർത്തൃത്വാദി ഭാവങ്ങൾ അങ്ങയെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് വിസൃജ്യങ്ങളായ കാര്യങ്ങളുടെയും വിസർഗങ്ങളായ സാധനങ്ങളുടെയും ശക്തിയെ സ്വാധീനമാക്കിയിരിക്കുന്ന കാലസ്വരൂപനാകുന്നു. ഹേ പ്രഭോ, അവിദ്യാശക്തി മുൻപറഞ്ഞ 16 ആരങ്ങളോട് കൂടിയ സംസാരചക്രത്തിൽ തള്ളിയിട്ടിട്ട് ക്ലേശിപ്പിക്കുകയാൽ ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു. സർവേശ്വരനായ അങ്ങ് എന്നെ ആ ചക്രങ്ങളിൽ നിന്നും വലിച്ചെടുത്ത് അങ്ങയുടെ പാദമൂലത്തെ പ്രാപിപ്പിക്കണമേ. 16-ാമത്തെ ശ്ലോകം. ദൃഷ്ടാമയാദിവിഭോഗിലധിഷ്ണ്യപാനാമായുശ്രിയോ വിഭവയിച്ഛതിയാഞ്ജനോയം യേസ്മത്പിതുക്കുപിതഹാസ വിജൃംഭിതഭ്രൂവിസ്ഫൂർജിതേന ലുളിതാ സതുതേ നിരസ്തഃ. ഹേ പ്രഭോ, സകല ലോകപാലന്മാരുടെ ഉത്പത്തിയും ആയുസ്സും സമ്പത്തും എത്രത്തോളമുണ്ടെന്നും എത്രത്തോളം ശ്രേഷ്ഠമാണെന്നും ഞാൻ കണ്ടറിഞ്ഞു. ജനങ്ങൾ അതിനെ ആശ്രയിക്കുന്നുവല്ലോ. അവരുടെ വിചാരശൂന്യതയെപ്പറ്റി എന്തു പറയട്ടെ. ഞങ്ങളുടെ പിതാവിൻ്റെ കോപസൂചകമായി ഉണ്ടായ ഹാസത്തിൻ്റെ ആധിക്യത്താൽ വികാരപ്പെട്ട പുരികങ്ങളുടെ ചലനത്താൽ ദിക്പാലകന്മാർ സ്വർഗത്തിൽ അനുഭവിക്കുന്ന പദവികളെല്ലാം ഒന്നായിട്ട് അവരെ വിട്ടുപിരിഞ്ഞു. എന്നാൽ അത്ര വീരനായ ഞങ്ങളുടെ പിതാവോ അങ്ങയാൽ ഹനിക്കപ്പെട്ടു. 17-ാമത്തെ ശ്ലോകം. തസ്മാത് ഭൂസ്തനുഭൃതാമഹമാശിഷോജ്ഞ ആയുശ്രിയം വിഭവമൈന്ദ്രിയമാവിരിഞ്ചാത് നേച്ചാമി തേ വിലുളിതാനുരുവിക്രമേണ കാലാത്മനോപനയമാം നിജഭൃത്യപാർശ്വം. അതുകൊണ്ട് ബ്രഹ്മാവ് മുതൽ ചക്രവർത്തി വരെയുള്ള സകലരുടെ ഭോഗങ്ങളും ഇന്ദ്രിയഗ്രാഹ്യങ്ങളാകയാൽ അവയെല്ലാം അതിതുച്ഛങ്ങൾ തന്നെയെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അവരുടെ ആയുസ്സിനെയോ ഐശ്വര്യത്തെയോ പദവിയെയോ സിദ്ധികളെയോ ആശീർവദനങ്ങളെയോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവയെല്ലാം ആർക്കും തടുക്കാൻ കഴിയാത്ത വിക്രമത്തോടു കൂടിയ കാലസ്വരൂപനായ അങ്ങയാൽ നശിപ്പിക്കപ്പെടുന്നവ തന്നെ. എന്നെ അങ്ങയുടെ ഭൃത്യപാശ്യത്തെ പ്രാപിക്കുവാൻ കരുണയുണ്ടാകണമേ. അങ്ങയുടെ പാദ സേവ ഒന്നു മാത്രമേ ക്ഷയിക്കാത്ത ആനന്ദത്തെ നൽകുകയുള്ളൂ. 18-ാമത്തെ ശ്ലോകം. കുത്രാശിഷശ്രുതിസുഖാമൃഗതൃഷ്ണിരൂപാഃ ക്വേദം കളേപരമശേഷരുജാം വിരോഹഃ നിർവിദ്യതേന തുജനോ യദപീതി വിദ്വാൻ കാമാനലം മധുലവൈ ശമയന്തുരാപൈഃ. ശബ്ദസ്പർശാദികളായ വിഷയങ്ങൾ സുഖഹേതുക്കളാണെന്ന് പറയുന്നുവെന്ന് മാത്രമല്ലാതെ അവയിൽ നിന്നും സുഖം ലഭിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ മായാമയങ്ങളായ ആ വിഷയങ്ങൾ മരുമരീചികാ ജലം പോലെ തൃഷ്ണയെ ജനിപ്പിക്കുവാൻ മാത്രമല്ലാതെ ദാഹം ശമിപ്പിക്കുവാൻ സമർത്ഥങ്ങളല്ല. അതുപോലെ സുഖാഭാസങ്ങളായ ശബ്ദാദി വിഷയങ്ങളിൽ നിന്ന് യഥാർത്ഥ സുഖം എങ്ങനെ ലഭിക്കും? ആ വിഷയങ്ങളെ അനുഭവിക്കാൻ ഉപകരിക്കുന്ന ശരീരമോ സകല രോഗങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനവും. ഈ പരമാർത്ഥം അറിഞ്ഞിട്ടും ജനങ്ങൾ അതിൽ വിരക്തന്മാരാവാത്തത് അങ്ങയുടെ മായാശക്തിയുടെ വിലാസ സാമർഥ്യം തന്നെ. നെയ്യൊഴിക്കുന്നതിനാൽ അഗ്നി ജ്വലിക്കുകയല്ലാതെ ശമിക്കുകയില്ലെന്നുള്ള അനുഭവമുള്ളതുപോലെ വിഷയഭോഗത്താൽ സുഖാശയാകുന്ന അഗ്നി ശമിക്കുകയില്ലെന്നു മാത്രമല്ല അധികം ഉജ്ജ്വലിക്കുകയും ചെയ്യും. 19-ാമത്തെ ശ്ലോകം. ക്വാഹം രജപ്രഭവ ഈശതമോദികേസ്മിൻ ജാതസുരേതരകൂലേ കോ തവാനുകമ്പ ന ബ്രാഹ്മണോ നദുഭവസ്യ ന വൈരമായ എന്മേർപ്പിത ശിരസി പത്മകരപ്രസാദഃ. ഹേ ഭഗവൻ,
രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിച്ചതും തമോ ഗുണം അധികരിച്ചതുമായ അസുരകുലത്തിൽ ജനിച്ചിരിക്കുന്ന ഞാനെവിടെ? എത്രയോ നികൃഷ്ടൻ. അങ്ങ് എന്നിൽ പ്രകാശിപ്പിച്ച കാരുണ്യമെവിടെ? എത്രയോ ഉത്കൃഷ്ടം. പരമപുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്നതും സർവ്വസന്താപങ്ങളെ ശമിപ്പിക്കുന്നതുമായ അങ്ങയുടെ കരാരവിന്ദത്തെ എൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചുവല്ലോ. ആ കരോരു സ്പർശത്തെ ബ്രഹ്മാവിൻ്റെയോ ശിവൻ്റെയോ സാക്ഷാൽ ശ്രീ ഭഗവതിയുടെയോ ശിരസിൽ വെച്ചിട്ടില്ലല്ലോ. അങ്ങയുടെ ഭക്തവാത്സല്യം എത്ര അതിശയമായിരിക്കുന്നു. 20-ാമത്തെ ശ്ലോകം. നൈഷാ പരാവരമതിർഭവതോ നനുസ്യാജ്യന്തോര്യതാത്മസുഹൃദോ ജഗതസ്തദാഭി സംസേവയാ സുരതരോരിവദേ പ്രസാദഃ സേവാനുരൂപമുദയോ ന പരാവരത്വം. ലോകത്തിൻ്റെ സർവാത്മാവും സർവസുഹൃത്തുമായിരിക്കുന്ന അങ്ങേക്ക് ഉച്ചനീച ഭാവനയില്ല. എന്നാൽ എല്ലാവരിലും ഒരുപോലെ പ്രസാദിക്കേണ്ടതല്ലയോ എന്നും ശങ്കിപ്പാൻ അവകാശമില്ല. കൽപ്പവൃക്ഷം ആശ്രയിക്കുന്നവരുടെ സങ്കല്പം അനുസരിച്ചുള്ള ബലത്തെ നൽകുന്നതുപോലെ അങ്ങും സേവിക്കുന്നവരിൽ പ്രസാദിക്കുന്നു. ഏതൊരു ഫലത്തെ ആഗ്രഹിച്ചു സേവിക്കുന്നുവോ ആ ഫലത്തെ അങ്ങ് സേവകന് നൽകുന്നു. പല താരമ്യത്തിന് സേവാതാരമ്യം തന്നെ കാരണം, ഉത്കൃഷ്ട നികൃഷ്ടഭാവമല്ല. 21-ാമത്തെ ശ്ലോകം. ഏവം ജനം നിബദിതം പ്രഭവാഹി കൂപേ കാമാവികാമമനുയ പ്രബദൻ പ്രസംഗാത് കൃത്വാത്മസാത് സുരർഷിണാ ഭഗവൻ ഗൃഹീതഃ സോഹം കദനു വിസൃജേ തവ ഭൃത്യസേവാം. ഹേ ഭഗവൻ, ജനനമരണ സ്വരൂപമായ കാലസർപ്പത്തിൻ്റെ ഇരിപ്പിടമായ സംസാരാന്ത കൂപത്തിൽ വീണുകിടക്കുന്ന പ്രാകൃത ജനങ്ങളോടുള്ള സംസർഗം നിമിത്തം അതിൽ തന്നെ വീണുകിടന്ന എന്നെ അങ്ങയുടെ ഭൃത്യനായ ദേവർഷി അതിൽ നിന്നും കയറ്റിവിട്ടു. അങ്ങയുടെ ഭൃത്യാനുഗ്രഹത്താൽ എനിക്കിത്രത്തോളം സാധിച്ചിരിക്കെ ആ ഭൃത്യസേവയെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും? അതുകൊണ്ട് അങ്ങയുടെ ദാസന്മാരോടുകൂടി എന്നെ യോജിപ്പിക്കാൻ കരുണയുണ്ടാകണം. ബാക്കി ശ്ലോകങ്ങൾ അടുത്ത വീഡിയോയിൽ. ഹരി ഓം.